പരിശുദ്ധ കന്യകാമാതാവിനെക്കുറിച്ച് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് ഞാൻ മാതാവിൻ്റെ സ്തോത്രഗീതത്തിൽ തുടങ്ങിവെച്ചത്. പരിശുദ്ധ കന്യകാമാതാവിനെ നമുക്കെല്ലാം ഇഷ്ടമാണ്. അമ്മയോടുള്ള, അമ്മയെ കൺമുമ്പിൽ കണ്ടുകൊണ്ടുള്ള ഏറ്റവും മനോഹരമായ, ഏതാണ്ട് എല്ലാ ദിവസവും നമ്മൾ ആവർത്തിച്ചു ചെല്ലുന്ന പ്രാർത്ഥനയാണ് കൊന്ത നമസ്കാരം. അതിൽ ആവർത്തനമുണ്ട്, ചിലപ്പോൾ ആവർത്തന വിരസതയുമുണ്ട്. അതുകൊണ്ട് അത് അവഗണിക്കുവാൻ തോന്നും. കൊന്തയുടെ മാസം നമ്മൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആഘോഷമായി 10 ദിവസം എല്ലായിടത്തും കൊന്ത നമസ്കാരം നടത്തപ്പെടുന്നു. കൊന്തയ്ക്ക് പൊതുവായി ചേർത്ത് വയ്ക്കുന്ന വാക്കാണ് രഹസ്യം. സീക്രട്ട്, മിസ്റ്ററി എന്നൊക്കെ അതിനെ വിളിക്കാം. എന്താണ് അതിൻ്റെ പിന്നിലും അതിനുള്ളിലുമുള്ള രഹസ്യം? മാതാവിനെക്കുറിച്ചും മാതാവ് വഴി ദൈവം തൻ്റെ പുത്രനായ ഈശോയെ ഈ ലോകത്തിലേക്ക് അയച്ചതിനെക്കുറിച്ചും അവിടുത്തെ ജീവിതത്തെക്കുറിച്ചുമുള്ള രഹസ്യമാണത്. ഇതിനോടകം പരസ്യമാക്കപ്പെട്ട രഹസ്യമാണത്. കൊന്ത നമസ്കാരത്തിലുള്ള നമസ്കരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥവും അർത്ഥവർത്താണ്. അതിൻ്റെ അർത്ഥം സ്തുതിപ്പെന്നാണ്. ഒപ്പം ആരാധനയും. ആരാധ്യരായ 2 വ്യക്തികളാണ് ഈശോയും മാതാവും. അവരെ നമ്മൾ കൊന്ത നമസ്കാരത്തിൽ അനുസ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. 2 പേരുടെയും ജീവിതങ്ങളും ജീവിത രഹസ്യങ്ങളും പരസ്പരം ഇഴുകിച്ചേർന്നവയാണ്. പൂർണ്ണ കൊന്തയിലെ 15 രഹസ്യങ്ങൾ, സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹിമയുടെയും രഹസ്യങ്ങൾ ഈശോയുടെയും മാതാവിൻ്റെയും മാത്രമല്ല, ഈ ത്രിവിധ രഹസ്യങ്ങൾ അവ നമ്മുടെയും ജീവിത രഹസ്യങ്ങളാണ്. കൊന്ത നമസ്കാരം ഒരു ധ്യാനാത്മക പ്രാർത്ഥനയാണ്. ഈ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. ഒരു സ്വപ്നലോകത്തിലൂടെ നമ്മുടെ മനസ്സ് സഞ്ചരിക്കണം. പല വിചാരങ്ങളുണ്ടായാലും കുഴപ്പമില്ല. അത് സ്വപ്നലോകത്തിലൂടെയുള്ള ഒരു യാത്രയായാൽ മതി. എന്നാൽ ഏറ്റവും നമ്മെ ആകർഷിക്കേണ്ട സ്വപ്നലോകം സ്വർഗമാണ്. ഇവിടെ തുടങ്ങി മരണത്തെ മറികടന്ന് എത്തിച്ചേരുന്ന അവസാനമില്ലാത്ത ലോകം, അതാണ് സ്വർഗം. അത് നമ്മുടെ ഉള്ളിലെ സ്വപ്നങ്ങളുടെ തുടർച്ചയും പൂർത്തീകരണവുമാണ്. അതിനാൽ സ്വർഗത്തെക്കുറിച്ച് സ്വപ്നം കാണുവാൻ നമുക്ക് എളുപ്പമായിരിക്കണം. നമ്മുടെ ഉള്ളിലെ ഇതുവരെ നമ്മൾ ആരോടും പറയാൻ തുനിയാതിരുന്ന സ്വപ്നങ്ങളെ ഓർത്ത് അവയുടെ പൂർത്തീകരണം കണ്ടെത്തുവാൻ പരിശ്രമിക്കുന്നതാണ് ജീവിത രഹസ്യങ്ങളെക്കുറിച്ചുള്ള ധ്യാനം. ജീവിതം പൂർത്തിയാകുന്നതിനെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് ഉള്ള സ്വപ്നം കാണൽ. കൊന്ത നമസ്കാരത്തിൽ 15-ലധികം പ്രാവശ്യം പിതാവായ ദൈവത്തെ നമ്മൾ അനുസ്മരിക്കുന്നു. പിതാവിൽ തുടങ്ങുന്നതാണ് എല്ലാ പ്രാർത്ഥനകളും. എല്ലാം പൂർത്തിയാക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിലാണ്, അതായത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യത്തിൽ. കൊന്ത നമസ്കാരം എന്ന 15 രഹസ്യങ്ങൾ അടങ്ങിയ ആവർത്തന പ്രാർത്ഥനയെക്കുറിച്ച് ചില ആമുഖ ചിന്തകൾ മാത്രം പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഓരോരുത്തർക്കും വിട്ടുതരുന്നു. ആരാണ് പരിശുദ്ധ കന്യകാമറിയം? മാതാവിൻ്റെ ഒരുപാട് രൂപങ്ങളും ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. സുന്ദരിയായ ഒരു യുവതി, യുവത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരമ്മ, ഏതമ്മയ്ക്കും ചേരുന്ന ഒരു മുഖഭാവം. ഒരമ്മയ്ക്ക് മാത്രമല്ല, എല്ലാ സ്ത്രീകൾക്കും ചേരും ആ രൂപം. ചെറുപ്പക്കാരിയായും മധ്യവയസ്കയായും വലിയ അമ്മയായും ഒക്കെ മാതാവിനെ ചിത്രീകരിച്ചാലും അതിൽ തെറ്റില്ല. കാരണം അവൾ അനുഭവിച്ച സന്തോഷവും ദുഃഖവും മഹിമയുമൊക്കെ പ്രകടമാക്കുവാൻ ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ ദൈർഘ്യം വേണം. നമുക്ക് ആ സ്ത്രീയുമായുള്ള അടുപ്പവും ബന്ധവും എന്താണ്? പണ്ടത്തെ ഇസ്രായേൽ ജനത്തിലും വംശത്തിലും പെട്ടവൾ എന്ന് തുടങ്ങുന്ന ഒരു വിവരണം നൽകിയാൽ അവൾ നമ്മിൽ നിന്നും ഒത്തിരി അകലെയാവും. എൻ്റെ അമ്മയെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ, എൻ്റെ സഹോദരിമാരെ, ചേച്ചിയെയും അനിയത്തിയെയും ഒക്കെ കാണുമ്പോൾ, ഒത്തിരി സമപ്രായക്കാരായ ചെറുപ്പക്കാരികളെയും യുവതികളെയും ഒപ്പം പഠിച്ചവരെയും ഒക്കെ ഓർക്കുമ്പോൾ, എല്ലാറ്റിനുമുപരി എവിടെയും എന്നുമെന്നോണം കണ്ടുമുട്ടുന്ന അമ്മമാരെ കാണുമ്പോൾ, അവരിലെല്ലാം മറഞ്ഞിരിക്കുന്ന എൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയാണ് ഞാൻ ആരാധനാഭാവത്തോടെ കാണുന്ന മറിയം, അമ്മ മാതാവ് എന്ന് ഏവർക്കും പറയാനാകും. അതിനാൽ കൊന്ത നമസ്കാരത്തിലെ ധ്യാനം സ്വപ്നലോകത്തു കൂടെയുള്ള സഞ്ചാരമാകുമ്പോൾ അവരിലേക്ക് എല്ലാം എൻ്റെ കണ്ണുകളും ചിന്തകളും എത്തണം. പുതിയ കാഴ്ചകൾ എപ്പോഴും കാണാൻ കഴിവുള്ള കണ്ണുകളോടെ അവരെയെല്ലാം കണ്ടുകൊണ്ട്
മറിയത്തോടുള്ള പ്രാർത്ഥന അവരെയെല്ലാം അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാകണം. അങ്ങനെ പല വിചാരം പ്രാർത്ഥനയായിത്തീരുന്നു. അത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കുറഞ്ഞ പ്രായത്തിലാണ് മറിയത്തിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ സ്വപ്നം വിടരാൻ ദൈവം ഇടയാക്കിയത്. ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവളിൽ അവിടുന്ന് സ്വപ്നമായി വിടരാൻ അനുവദിച്ചത്. ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നം എന്ന പോലെ വിദൂരതയിലേക്ക് നയിച്ച കാത്തിരിപ്പ് അവളിൽ പൂർത്തിയാകുകയായിരുന്നു. ആ ചിന്തകളുടെ സാക്ഷാത്കാരമാണ് മറിയത്തിന് സ്തോത്രഗീതത്തിൻ്റെ 2-ാം ഭാഗത്ത് അവൾ പറയുന്നതായി നാം കാണുന്നത്. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി അരുൾ ചെയ്തതുപോലെ. ലൂക്ക 1:54 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ കഥയാണ് ഇസ്രായേലിൻ്റേത്. അതുതന്നെയാണ് മറിയത്തിൻ്റെ ജീവിതകഥയും. അതുതന്നെയല്ലേ നമ്മുടെ ജീവിതകഥയും. അത് നമ്മുടെ ജീവിതത്തിലൂടെ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഒരു സ്വപ്നനാടനത്തിലൂടെ എന്ന പോലെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. നമ്മുടെ ജീവിതത്തിലും പ്രത്യാശ പൂവണിയുന്ന ഒത്തിരി നിമിഷങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്. ഒപ്പം സങ്കടങ്ങളുടെ കഥ കൂടിയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ കുടുംബങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന അത്തരം ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓശാനയിലേക്ക് നയിക്കുന്ന വഴി മാത്രമല്ല നമ്മുടേത്, അത് കുരിശിൻ്റെ വഴി കൂടിയാണ്. എന്നാൽ കുരിശിൽ അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിത വഴി. അതിനും അപ്പുറത്തേക്കും ആ വഴി നീളുന്നുണ്ട്. മരണത്തിൻ്റെ നാൽക്കവല കടന്ന് പുനരുത്ഥാനത്തിലേക്ക്. ഇതെല്ലാമാണ് പ്രത്യാശയുടെ വഴിയായി നമ്മൾ കൊന്തനമസ്കാരത്തിൽ ധ്യാന വിഷയമാക്കുന്നത്. ആഴവും വ്യാപ്തിയുമുള്ളതാണ് കൊന്തനമസ്കാരം. അതിൽ കണ്ടുമുട്ടലും വിടപറയലും ഉണ്ട്. കർത്താവിനോടൊപ്പം മാതാവും നമ്മുടെ ജീവിത ചക്രവാളത്തിൽ വലിയ സാന്നിധ്യമായി പ്രത്യക്ഷപ്പെടുകയാണ്. അതാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടെത്തുന്നത്. സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. വെളിപാട് 12:1. സ്വർഗീയ മാതാവിനെ അതിലും വലിപ്പത്തിലും ഉയരത്തിലും നമുക്ക് ചിത്രീകരിക്കുവാൻ സാധിക്കുമോ? അതാണ് നമ്മുടെ അമ്മ. നമ്മുടെ അമ്മമാർക്കും അതുപോലൊരു സ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ കൊടുക്കണം എന്ന പ്രായോഗിക ചിന്തയാണ് ഈ നിമിഷം എന്നിലേക്ക് കടന്നു വരുന്നത്. മറിയത്തിൽ നിന്നും നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോൾ പുതിയ കണ്ണുകൾ കൊണ്ടായിരിക്കണം നമ്മുടെ അമ്മമാരെ നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മുടെ മാതൃസ്നേഹത്തിന് പുതിയൊരു അർത്ഥവും വ്യാപ്തിയും കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാന പ്രചോദനം നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ്. നമ്മുടെ അസ്തിത്വം രൂപപ്പെട്ടത് അവരിലൂടെയാണ്. ഈ ചിന്തകളിലേക്ക് കൊന്തനമസ്കാരത്തിന് ഇടയിൽ നമ്മുടെ മനസ്സ് പതറി നടന്നാൽ അത് പല വിചാരമല്ല, ധ്യാനത്തിൻ്റെ സഞ്ചാരപഥങ്ങളാണവ. അങ്ങനെ എല്ലാം കൊന്തനമസ്കാരത്തിൻ്റെ ഭാഗമാകുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ ആകാശഗോളങ്ങൾ അമ്മയോടും അവളുടെ ഉദരത്തിൽ വഹിക്കുന്ന കുഞ്ഞിനോടും ചേർന്ന് അവർക്ക് അകമ്പടി സേവിക്കുന്ന സാന്നിധ്യമാകുന്നു. ആകാശത്തിൻ്റെ വിസ്തൃതിക്കും ആകാശഗോളങ്ങൾക്കും നമ്മുടെ ജീവിതത്തിലും പ്രാധാന്യമുണ്ട്. സ്വപ്നം കാണാൻ, നമ്മുടെ മനസ്സിനെ വിശാലമാക്കാൻ അവയെല്ലാം നമ്മെ സഹായിക്കും. എന്നാൽ നമ്മൾ കാലുറപ്പിച്ച് ഇവിടെയായിരിക്കുന്ന ഈ ഭൂമിയും മണ്ണും ഒപ്പം പ്രാധാന്യം അർഹിക്കുന്നവയാണ്. ഇവിടെ കോടാനുകോടി ജീവജാലങ്ങൾ നമ്മോടൊപ്പം ഭവനം കണ്ടെത്തുന്നു, കൂട്ടായ്മ സൃഷ്ടിക്കുന്നു. അവരുടെ ജീവിതം നമ്മുടെ ജീവിതവുമായി പങ്കുവയ്ക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. അവയ്ക്കും നമ്മുടെ ജീവിതത്തിൽ ഇടമുണ്ടായിരിക്കണം. നമ്മുടെ വളർത്തുമൃഗങ്ങൾക്കിടയിലും മാതൃത്വത്തിൻ്റെ ശക്തമായ ആവിഷ്കാരങ്ങൾ നമ്മൾ കാണുന്നില്ലേ? അതും നമ്മൾ ചിന്താവിഷയമാക്കണം. പരിശുദ്ധ മാതാവിനെ അനുസ്മരിക്കുമ്പോൾ സൂര്യകീർത്തനം വിരചിച്ച് അതാലപിച്ച വിശുദ്ധ ഫ്രാൻസിസിനെക്കുറിച്ചുള്ള ധ്യാനം ഇവിടെ പ്രസക്തമാകുന്നു. അദ്ദേഹത്തിന് എല്ലാ ജീവജാലങ്ങളോടും ഹൃദയത്തിൻ്റെ അടുപ്പമുണ്ടായിരുന്നു. അതേക്കുറിച്ച് ധ്യാനിച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലൗദാത്തോ സി എന്ന ഹൃദയസ്പർശിയായ ചാക്രിലേഖനം എഴുതിയത്. ലോകമനസാക്ഷി അത് സ്പർശിച്ചു. ഇങ്ങനെയുള്ള ചിന്തകളിലേക്കും കൊന്തനമസ്കാരം നമ്മെ നയിക്കേണ്ടതാണ്. മറിയം ആലപിച്ച സ്തോത്രഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് തലമുറകളായി മറിയത്തെ അഭിസംബോധന ചെയ്ത ഒത്തിരി അപേക്ഷകൾക്കും സ്തുതിപ്പുകൾക്കും രൂപം കൊടുത്തിട്ടുണ്ട് വിശ്വാസ സമൂഹം. അവയെല്ലാം ഒരു മാലയിൽ കോർത്തതുപോലെ കൊന്തയിൽ അമ്മയുടെ സ്തുതിപ്പിൻ്റെ 50 ആവർത്തന പ്രാർത്ഥനകളാണുള്ളത്.
അവയ്ക്ക് ശേഷം 50 അപദാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലുത്തിനിയ ആയിട്ട്. ലിത്തനേയ്യ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ലുത്തിനിയ എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത്. ആവർത്തിച്ചുള്ള ചൊല്ലിക്കൊടുക്കലിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെയും പ്രാർത്ഥനയോ ആലാപനമോ എന്ന അർത്ഥത്തിൽ ഒരു സങ്കീർത്തനം പോലെ സമൂഹം ചൊല്ലിത്തുടങ്ങി. അതാണ് ലുത്തിനിയ. അവയെല്ലാം മാതാവിൻ്റെ നിരവധിയായ സ്തുതിപ്പുകളാണ്. രക്ഷാചരിത്രത്തിൽ അവൾക്കുള്ള വ്യത്യസ്തങ്ങളായ റോളുകളുടെ പ്രതീകങ്ങളാണവ. നൂറ്റാണ്ടുകളോളം നീണ്ട ധ്യാനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞവയാണ് അവയെല്ലാം. അവയിലൂടെ അവളെ ദൈവത്തിൻ്റെ അടുത്ത് വരെ ഉയർത്തുന്നു. അവയെല്ലാം മക്കൾ അവൾക്ക് കൊടുക്കുന്ന അപദാനങ്ങളാണ്. കന്യകയെന്നും മാതാവെന്നും രാജ്ഞിയെന്നും ആവർത്തിച്ച് വിളിക്കപ്പെടുന്ന എല്ലാവിധ പുണ്യങ്ങളുടെയും ഇരിപ്പിടമെന്ന് വിശേഷിക്കപ്പെടുന്ന അവൾ ഉഷകാല നക്ഷത്രവും സ്വർഗത്തിൻ്റെ വാതിലുമാണ്. ദിവ്യരഹസ്യം മറിഞ്ഞിരിക്കുന്ന റോസപ്പൂവാണവൾ. റോസപ്പൂക്കൾ കോർത്തിണക്കിയ നമസ്കാരത്തിന് റോസറി എന്ന പേര് കിട്ടി. നമ്മുടെ കൈവിരലുകൾക്കിടയിലൂടെ ഓരോ മണിയും സ്പർശിച്ച് പുഷ്പദളങ്ങളുടെ സുഗന്ധവും മൃദുലസ്പർശനവും നമ്മൾ അനുഭവിക്കുന്നു. അമ്മയുടെ സാമീപ്യം അറിഞ്ഞുകൊണ്ട് കൊന്ത ചൊല്ലിയാൽ അത് സ്വർഗം വരെ എത്തുന്ന ഒരു ആത്മീയ സഞ്ചാരമായിരിക്കും. കൊന്തയിലൂടെയുള്ള ആവർത്തന പ്രാർത്ഥന സങ്കീർത്തനം പോലെ അവധാനതയോടും ഈണത്തോടും കൂടി ആയിരിക്കുമ്പോൾ അത് കുടുംബത്തിൻ്റെ കൂട്ടായ്മയും നമുക്ക് അനുഭവിക്കുവാൻ അതിൽ സാധിക്കും. ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ അടുത്തായിരിക്കുന്ന അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും മാതാവിലൂടെ കർത്താവിൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകുവാൻ, അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ ചിന്തകൾ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നമസ്കാരം. ഫാദർ ജെയിംസ് പുറത്തയിൽ CST.